നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ആവേശകരമായ 12ാം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 11 റൗണ്ടുകളിൽ നിന്നും ഗുകേഷിന് 6 പോയിന്റും ഡിംഗ്ലറിന് 5 പോയിന്റുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സമനിലയായാലും ഗുകേഷിനെ ബാധിക്കില്ല. എന്നാൽ സ്കോർ ലെവൽ ചെയ്യണമെങ്കിൽ ഡിംഗ്ലറിന് ഈ ഗെയിം വിജയിച്ചേ പറ്റുള്ളൂ. ഇനി ഈ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഡിംഗ്ലറൻ C4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ്. ഗുകേഷ് E6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റുകളെ ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ D4 മൂവ് ചെയ്യുകയാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പകരം G3 മൂവ് കൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി ബിഷപ്പിനെയും നൈറ്റിനെയും ഡെവലപ്പ് ചെയ്ത ശേഷം വളരെ വേഗം കാസ്ലിംഗ് ചെയ്യാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ബ്ലാക്ക് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. D5 മൂവ് കൊണ്ട് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ പോണിന് സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുണ്ടെങ്കിൽ ക്വീനി വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ആ പോണിനെ തിരിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഗുകേഷും ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ ഡെവലപ്പ് ആണ്. നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D4 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് E3 മൂവ് കൊണ്ട് ആ പോണിന് ഒരൊറ്റ കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോഴും ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്ലിംഗിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് D3 മൂവ് കൊണ്ട് C4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ബ്ലാക്ക് E5 മൂവ് കൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം D4 സ്കോറും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഗുകേഷ് ഇവിടെ വളരെ വേഗത്തിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മൂവുകൾ ചെയ്യുന്നതിന് 4 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളൂ. എന്നാൽ അരമണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിംഗ്ലറൻ ഇത്രയും മൂവുകൾ ചെയ്തിരിക്കുന്നത്. അടുത്തായി വൈറ്റ് റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് A3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് A5 മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് H3 മൂവ് ചെയ്തുകൊണ്ട് ഈ G4 സ്ക്വയറൂടെ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോഴും ആ ബിഷപ്പിന് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഇനി ക്വീൻ കൂടെ ഈ ഡയഗണിലേക്ക് വന്നാൽ H3 അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. ഡിംഗ്ലറൻ അഡ്വാൻസ് ആയിട്ട് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. അതിനായിട്ട് കിങ്ങിനെ കൂടെ H2 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ D3 പോണിന് ഈ ക്വീനിന്റെ സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്വീനെ D7 മാറ്റിയ ശേഷം റൂക്കിനെ കൂടെ കൊണ്ടുവന്ന് ആ പോണിനുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ A4 മൂവ് കൊണ്ട് വൈറ്റിന്റെ ക്വീൻ B3 ഒന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു ബ്ലാക്കിന് നല്ല മൂവ്. എന്നാൽ ഗുകേഷ് ഇവിടെ B7 പോണിനെ മറ്റൊരു രീതിയിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B8 കൊണ്ടുവരുന്നു. വൈറ്റ് ഇവിടെ ക്വീനെ C2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് D1 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് അടുത്ത റൂക്കിനെ സെന്ററിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ E1 കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ റൂക്കിനെ D1 കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ റൂക്ക് D1 വരികയാണെങ്കിൽ ബ്ലാക്ക് നൈറ്റിനെ C4 കൊണ്ടുവന്ന് ക്വീനെയും നൈറ്റിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യും. ഇവിടെ ഇപ്പോൾ എന്തായാലും നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാൻ പറ്റില്ല. അങ്ങനെ നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ പോൺ വെച്ച് നൈറ്റ് നോട്ട് കൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് വരുന്നതോടെ വീണ്ടും ഇതിലൊരു പീസ് കൂടെ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് കിട്ടേണ്ടി വരും. അങ്ങനെ ബിഷപ്പ് വെച്ച് കിട്ടുമ്പോൾ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ വൈറ്റിന് നൈറ്റിൻ്റെ അറ്റാക്കാണ്. നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ C5 കൊണ്ട് ആ പോണ് സപ്പോർട്ട് ചെയ്യുന്നതോടെ ബ്ലാക്കിൻ്റെ പോണുകൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ തന്നെ റൂക്കിനെ D1 കൊണ്ടുവരുന്നില്ല. ആദ്യം നൈറ്റിനെ B5 മൂവ് ചെയ്തുകൊണ്ട് D4 സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ഇനി എന്തായാലും ബ്ലാക്കിന് നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഗുകേഷ് D3 പോണ ടാർഗറ്റ് ആണ്. ബിഷപ്പിനെ F5 കൊണ്ടുവന്ന് D3 പോണിനെ 2 വിസിൽ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ D1 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗുകേഷ് ആ പോണിനെ ഒരൊറ്റ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D7 കൊണ്ടുവരുന്നു. അടുത്ത മൂവിൽ നൈറ്റിനെ C5 കൊണ്ടുവന്ന് ആ പോണിനെ ഒരൊറ്റ കൂടെ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ആ പോണിപ്പോൾ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലുമാണ്. അതുകൊണ്ട് ഡിംഗ്ലറൻ വേഗത്തിൽ ആ പിന്നൊഴിവാക്കാണ്. ക്വീനിനെ D2 മൂവ് ചെയ്യുന്നു. ഗുകേഷ് ഇവിടെ അരമണിക്കൂറോളം ചിന്തിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. ഇവിടെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നൈറ്റിനെ C5 കൊണ്ടുവന്ന് ആ പോണിന് അറ്റാക്ക് വരികയാണെങ്കിൽ വൈറ്റിനൂടെ പല രീതിയിൽ മുന്നോട്ട് പോകാം. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലാക്കിനും ബിഷപ്പ് വെച്ച് തിരിച്ചു കിട്ടാം. എന്നാൽ വൈറ്റിനിപ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ പിന്നില്ലാത്തതുകൊണ്ട് തന്നെ D4 മൂവ് കൊണ്ട് ആ നൈറ്റിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് നൈറ്റിനെതിരെയും ഈ ബിഷപ്പിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കാം. ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റ് നോട്ടാണെങ്കിൽ ബിഷപ്പ് വെച്ചോ നൈറ്റ് വെച്ചോ തിരിച്ചു വെട്ടാം. നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാണെങ്കിൽ ബിഷപ്പിനെതിരെ അറ്റാക്കും അതുപോലെ
A5 പോണവരെ ക്വീൻ ഉപയോഗിച്ച് അറ്റാക്കും വരും. ഇങ്ങനെയുള്ള വേരിയേഷൻസ് കൂടെ പരിഗണിച്ചതുകൊണ്ടാവും ഗുഗേഷ് ഇപ്പോൾ നൈറ്റിനെ C5 കൊണ്ടുവരുന്നില്ല. പകരം അഡ്വാൻസ് ആയിട്ട് ഈ ബിഷപ്പിനോട് മാറ്റാണ്. ബിഷപ്പിനെ G6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഡിംഗ്ലറൻ ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോന്നിട്ടാണെങ്കിൽ ബിഷപ്പിനെ F4 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ പോൺ വെച്ച് പോന്നിട്ടുന്നില്ല. പകരം E4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ നൈറ്റിനിപ്പോൾ സേഫായിട്ട് പോകാൻ നല്ല സ്കോറുകളൊന്നുമില്ല. അതുകൊണ്ട് നൈറ്റിനെ G1 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ B6 കൊണ്ടുവന്ന് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C3 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F6 കൊണ്ടുവന്ന് D4 പോണവരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ആ പോണിന് ക്വീൻ അല്ലാതെയും 3 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ C2 കൊണ്ടുവന്ന് E4 പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു. ആ പോണിന് ഇപ്പോൾ 2 പീസുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ആ അറ്റാക്ക് കാര്യമാക്കുന്നില്ല. പകരം A4 മൂവ് ചെയ്തുകൊണ്ട് ഈ B3 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ എന്തായാലും പോണിന് മുന്നോട്ട് വന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ കൂടെ A5 കൊണ്ടുവന്ന് ആ പോണിനെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാനാണ് ബ്ലാക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ വൈറ്റും ആ പോണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. അതിനായിട്ട് നൈറ്റിനെ E2 കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ F4 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ നൈറ്റ് വെച്ച് ആ പോണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റ് F4 വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G5 കൊണ്ടുവന്ന് F4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനൊട്ടിയാലും പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ ഡിംഗ്ലറിന് ഇവിടെ ഇപ്പോൾ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ്. നൈറ്റിനെ F4 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനൊട്ടുന്നു, വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇതോടെ C7 സ്ക്വയറിലേക്ക് 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് റൂക്കിനെ C8 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C3 മൂവ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ഡിസ്കവേർഡ് അറ്റാക്കിനുള്ള സാധ്യത ഒഴിവാക്കുന്നതോടൊപ്പം A5 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇനി എന്തായാലും ബ്ലാക്കിന് നൈറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഗുഗേഷിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു മോശം മൂവ് സംഭവിക്കുകയാണ്. നൈറ്റിനെ അഡ്വാൻസ് ആയിട്ടോടെ മാറ്റാണ്. നൈറ്റിനെ B8 മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ഈ റൂക്കിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ലാതിരിക്കുകയാണ്. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ നൈറ്റ് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ റൂക്കിനെ നേടിയെടുക്കാൻ അവസരമുണ്ട്. എന്നാൽ ഡിംഗ്ലറൻ ഇപ്പോൾ അങ്ങനെ അറ്റാക്കിലേക്ക് പോകുന്നില്ല. മറ്റൊരു പ്ലാനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യം D5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ D7 മൂവ് ചെയ്യുന്നു. വൈറ്റ് വീണ്ടും D1 മുന്നോട്ട് കൊണ്ടാണ് D6 മൂവ് ചെയ്തുകൊണ്ട് C7 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെയും നൈറ്റിനെയും ഫോർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റ് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഈ റൂക്കിലെ ഫോർക്ക് ചെയ്യാനോ അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് തിരിച്ചൊട്ടുന്നില്ല. പകരം C5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതോടെ വൈറ്റിന് ആ റൂക്കിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ C7 കൊണ്ടുവന്ന് E8 റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഈ E4 പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റൂക്കിനെ എങ്ങോട്ടേക്കും മാറ്റാൻ പറ്റില്ല. എല്ലാ സ്കോറുകളിലേക്കും അറ്റാക്കുണ്ട്. അതുകൊണ്ട് റൂക്കിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് E4 പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനായിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് E5 കൺട്രോൾ പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടുന്നില്ല. പകരം ഈ നൈറ്റിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C6 കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ G2 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D8 കൊണ്ടുവരുന്നു. ഇവിടെ ഡിംഗ്ലറൻ അടുത്തൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D5 കൊണ്ടുവന്ന് ഒരു നൈറ്റ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്കിനെ നൈറ്റിന് ഇപ്പോൾ യാതൊരു സപ്പോർട്ടും ഇല്ല. ഇപ്പോൾ ആ നൈറ്റിനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാനും പറ്റില്ല. അങ്ങനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ വൈറ്റിനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു പോണിനെ നേടിയെടുക്കുന്ന അവസരമുണ്ട്. അതായത് ബിഷപ്പ് വെച്ച് ഈ H6 പോണിനെ എടുക്കാം. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണെങ്കിലും ബ്ലാക്കിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഫോക്കും ചിക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റിനിപ്പോൾ ബിഷപ്പ് വെച്ചോ പോൺ വെച്ചോ എടുക്കാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുകയാണെങ്കിൽ അതൊരു ഫോഴ്സ്ഡ് മൂവ് അല്ല. അതുകൊണ്ട് ഇവിടെ ഒരു ഫോഴ്സ്ഡ് മൂവ് കൊടുക്കുന്നതിനായിട്ട് പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കും അതുപോലെ പോണിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്കും വന്നിട്ടുണ്ട്.
ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീന് വെച്ച് C5 പോൺ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് 2 പോണുകൾ ലാഭം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് റൂക്കിനെ C8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് E5 കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നതായിരുന്നു ബ്ലാക്കിന് നല്ല മൂവ്. എന്നാൽ ബ്ലാക്കിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു മോശം മൂവരാണ്. നൈറ്റിനെ A6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിന് E5ലേക്ക് കൺട്രോൾ ഇല്ല. വൈറ്റ് ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. റൂക്കിനെ E7ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ പ്രധാനപ്പെട്ട 7ാം നിര വൈറ്റിന്റെ കൺട്രോളിലായിരിക്കുകയാണ്. ബ്ലാക്ക് ഈ B7 പോണ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ B5ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് D7 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്നും D8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരുന്നു കുറച്ച് നല്ല മൂവ്. എന്നാൽ ഗുഗേഷ് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ പോണും റൂക്കും 7ാം നിരയിലുള്ളതുകൊണ്ട് തന്നെ വൈറ്റിന് വേണമെങ്കിൽ ക്വീനെ സാക്രിഫൈസ് കൊണ്ട് മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ നല്ല ടൈം പ്രഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിംഗ്ലറിൻ ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന് ട്രൈ ചെയ്യാമായിരുന്ന ആ എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ വൈറ്റിന് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. ബ്ലാക്കിൻ്റെ ക്വീനെ ഇവിടെ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോകാം. ക്വീനെ വെച്ച് റൂക്കിനെ വിട്ടാം. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചു വിട്ടുമ്പോൾ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെ വിട്ടാണെങ്കിൽ ആ റൂക്കിനെ വിട്ടെടുത്തുകൊണ്ട് തന്നെ ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. അല്ലാതെ ക്വീനെ B5ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് ആ പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം ആ പോണിനെ പ്രൊമോട്ട് ചെയ്യാം. ഇതോടെ വൈറ്റിന് പൂർണ്ണമായും ഒരു റൂക്ക് ലാഭം കിട്ടുമായിരുന്നു. ടൈം പ്രഷർ ഉള്ളതുകൊണ്ടാവും ഡിംഗ്ലറിൻ ആ സാക്രിഫൈസിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ E3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5ലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. വേണ്ടുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ വൈറ്റിൻ്റെ B2 പോണിന് സപ്പോർട്ടില്ലാതെ ഇരിക്കുകയാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് ആ പോൺ എടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടപോലെ വൈറ്റിന് റൂക്ക് വെച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ B2 പോൺ എടുക്കുന്നില്ല. പകരം റൂക്കിനെ C2ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ D7 പോണിന് സപ്പോർട്ടില്ലാതാവും. അതുകൊണ്ട് ബ്ലാക്കിനെ ക്വീനെ വെച്ച് ആ പോണിനെ എടുക്കാം. അതുകൊണ്ട് ഡിംഗ്ലറിന് ഇപ്പോൾ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ B2 പോണിനെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ചെയ്യുന്നില്ല. പകരം മറ്റൊരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ D6ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. വൈറ്റിന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ റൂക്കിനെ E8ലേക്ക് കൊണ്ടുവരാം. ഇതോടെ ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വരും. ഇപ്പോൾ ബ്ലാക്ക് ക്വീന് വെച്ച് പോൺ എടുത്താലും പ്രശ്നമില്ല. ഒരു ചെക്കോട് കൂടി റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കാം. ഇപ്പോൾ വൈറ്റിൻ്റെ ഈ പോൺ പ്രൊമോഷൻ തടയാനും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ബ്ലാക്കിന് നല്ല ഓപ്ഷനൊന്നുമില്ല. എന്നാലും ഇപ്പോൾ റൂക്ക് E8ലേക്ക് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് E8 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഡിംഗ്ലറിനെ ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ സ്റ്റൈലായിട്ടാണ് ഗെയിം ഫിനിഷ് ചെയ്യുന്നത്. റൂക്ക് വെച്ച് G7 പോണിട്ട് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H8ലേക്ക് മാറേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ക്വീന് വെച്ച് H6 പോണിട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മെറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് റൂക്കിന് എടുത്തുകൊണ്ട് ചെക്ക് വരും. ആ ബിഷപ്പിന് ഇങ്ങോട്ടേക്കും കൺട്രോൾ ഉള്ളതുകൊണ്ട് എന്തായാലും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും വൈറ്റിന് പോണിനെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോഴും ചെക്കാണ്. ഇവിടെ ഇപ്പോൾ ഒന്നുകിൽ കിങ്ങിനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ചോ ക്വീന് വെച്ചോ ബ്ലോക്ക് ചെയ്യാം. ഇപ്പോൾ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ കിങ് G7ലേക്ക് മാറിയാലും ക്വീന് വെച്ച് ചെക്ക് വരും, ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീന് വെച്ച് F6 പോണിട്ട് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ആദ്യം തന്നെ ഈ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ക്വീന് വെച്ച് പോണിട്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. കിങ്ങിനെ മാറ്റുകയാണെങ്കിൽ ക്വീൻ E6ലേക്ക് ഒന്ന് വീണ്ടും ചെക്ക് വരും. അല്ലാതെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും ക്വീൻ E7ലേക്ക് ഒന്ന് ചെക്ക് വരും. അപ്പോൾ എന്തായാലും G8ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് ബിഷപ്പിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്താലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വീൻ വെച്ച് F6 പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം.
ഇവിടെ ഇപ്പോഴും കിങ്ങിനെ പൂജയാണെങ്കിൽ ക്വീൻ വെച്ച് H6 പോകേണ്ട ശേഷം ഇങ്ങനെ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കാം. അല്ലാതെ ബിഷപ്പ് വെച്ചോ ക്വീൻ വെച്ചോ ബ്ലോക്ക് ചെയ്താലും ക്വീൻ വെച്ചിട്ട് ചെക്ക് കൊടുക്കാം. കിങ് G8 മാറണമെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ E8 മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ H8 ഒന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ ആ ക്വീനോട്ട് വീണ്ടും ചെക്ക് കൊടുക്കാം. അല്ലാതെ കിങ്ങിനെ D7 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു റൂക്ക് സാക്രിഫൈസ് വന്നപ്പോൾ തന്നെ ഗുകേഷ് തോൽവി സമ്മതിച്ചത്. ഇതോടെ 12 ഗെയിമുകൾ അവസാനിക്കുമ്പോൾ രണ്ടുപേരും 6 പോയിന്റുകൾ വീതം നേടി തുല്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി ക്ലാസിക്കൽ റൗണ്ടിൽ 2 ഗെയിമുകൾ കൂടെയാണ് ബാക്കിയുള്ളത്. അതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.